ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ സിറ്റിയിലാണ് കേട്ടോ. നമ്മൾ നോമ്പായിട്ട് ഇപ്പോഴാണ് വന്നത്. പിന്നെ ഇത് ഇന്ന് വന്നതൊന്നല്ല, 2 ദിവസം മുന്നേ വന്നതാണ്. നമ്മളും ഹംദാൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടിച്ചാണ് പോയത് ഗൈസ്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ കുറേ ലൈറ്റ്, ആള്, ബഹളം, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഫുഡ് ഐറ്റംസ് പിന്നെ പറയണ്ടായിരുന്നല്ലോ. പിന്നെ ബ്ലോക്കൊക്കെ വരുന്ന കാരണം നമ്മൾ അവിടെ തന്നെ വണ്ടി ഇറങ്ങി നമ്മൾ നടക്കുകയാണ് കേട്ടോ ചെയ്തത്. അതാണ് എനിക്ക് ഇതൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയത്. പിന്നെ ഗൈസ്, നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ തുർക്കിഷ് ഐസ്ക്രീം കണ്ടത്. ഞാൻ ഇത് കുറേ നാൾ നമ്മൾ കണ്ണൂർ എവിടെയും കിട്ടുമെന്നൊക്കെ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഫൈനലി എനിക്കും കിട്ടി. അങ്ങനെ ഞാനത് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. ട്രൈ ചെയ്യാൻ ഫസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഐസ്ക്രീം കിട്ടാണ്ട് പോകുന്നില്ല. അവസാനം ഞാൻ ഇങ്ങനെ വരെ പറയേണ്ടായിരുന്നു, എനിക്ക് ഐസ്ക്രീം വേണ്ടാന്ന് വരെ പറയണ്ടായിരുന്നു. അത്രയും നല്ലൊരു അടിപൊളി സംഭവം ഗൈസ്. എന്നെ പോലത്തെ ട്രൈ ചെയ്യാൻ ഇനിയും ആരെങ്കിലും ബാക്കി എന്തായാലും ട്രൈ ചെയ്യണം. നല്ല രസമാണ് കേട്ടോ. അവരിങ്ങനെ മിന്നൂസിന് കൊടുത്തപ്പോൾ മിന്നൂസിൻ്റെ എക്സ്പ്രഷൻ സീനായിരുന്നു. മിന്നൂസ് ആ പാടെ പേടിച്ചു പോയിണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ 1.5 മിനിറ്റിൻ്റെ കഷ്ടപ്പാട് സഹിച്ച് കിട്ടിയ ഐസ്ക്രീമും കഴിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നിട്ടോ. പിന്നെ ഗൈസ്, നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ നമ്മളിങ്ങനെ മുന്നോട്ട് തിരപ്പാറാൻ നടക്കുമ്പോഴാണ് ഒരു കാറ് ഗൈസ്. എൻ്റെ കാറിന് ഫുൾ ആൾക്കാർ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫുൾ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഏതോ സെലിബ്രിറ്റി ആണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. പക്ഷെ ഞാൻ ഇന്നാളാന്ന് വിചാരിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ സൂപ്പർ വാവ് ഗൈസ്. അങ്ങനെ ഞാൻ സൂപ്പർ വാവിനെ കണ്ടു. ഞാൻ ഒറ്റ മൈൻഡിൽ ബാക്കിലേക്ക് ഓടി. എന്താ എനിക്ക് ഫോട്ടോ കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓടിപ്പോയി ഫോട്ടോ എല്ലാം എടുത്ത് സംസാരിച്ച് എനിക്ക് അതുകൊണ്ടൊക്കെ പിന്നെ ഗൈസ് എനിക്ക് അതുകൊണ്ടൊന്നും തിന്നാൻ പറ്റില്ല എന്ന് തന്നെ വേണേൽ പറയാം. ആ ഒരു കാര്യം കൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല അല്ല. എന്നാലും സാധാരണ നമ്മൾ അവിടെ പോയി എന്തൊക്കെയോ വാങ്ങും. പക്ഷെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടി ഫ്രണ്ട്സിനൊക്കെ കാണിക്കേണ്ട കുറച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഞാൻ ഈ ഓടുന്ന ഇടക്ക് മിന്നൂസിൻ്റെ കാര്യം തന്നെ മറന്നുപോയി. അതുകൊണ്ട് മിന്നൂസ് പറയുന്നത് ദിയത്താത്ത സൂപ്പർവാനെ കണ്ടപ്പോൾ എന്നെ തട്ടിടിച്ച് പോയതാന്നൊക്കെ പറയുന്നത്. എനിക്കുണ്ട ഇൻഷാള്ള മിന്നൂസിനെയും കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കച്ചിൻ്റെ കടയിൽ പോയി കച്ച് വാങ്ങിച്ചു കേട്ടോ. കച്ച് വാങ്ങിച്ചു. പിന്നെ മിന്നൂസിന് എവിടെ പോയാലും മാങ്ങ, ഉപ്പിട്ട മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ അതും മേടിച്ചു. പിന്നെ ഹംദാൻ്റെ ചെത്തിയൈസ് വാങ്ങിയിട്ട് നമ്മൾ ചെത്തിയൈസിൻ്റെ കടയിലേക്ക്, അതായത് ചേരൻ്റെ ഐസിന് അവൻ ചെത്തിയൈസിനാന്ന് തോന്നുന്നു പറയല്. അങ്ങനെ അവൻ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് വാങ്ങിച്ചത്. അത് അവനക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുമ്പോൾ അവൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് പൊതുവെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഞാനും വിനോസും ബട്ടർ സ്കോച്ചും സ്ട്രോബെറി ആയിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ അതും കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അതിലെ വെറുതെ നടക്കുമ്പോഴാണ് കേട്ടോ ബൂമറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് കണ്ടത്. നല്ല ഭംഗിയുണ്ട്, നല്ല പച്ച കളറിൽ ബൂമറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. അതിനെ നമ്മൾ കുറേ നേരം വായി നോക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം മുന്നോട്ട് നടക്കാൻ കേട്ടോ. മുന്നോട്ട് നടക്കാൻ വേണ്ടി കിട്ടിയ ചാൻസ് നമ്മൾ വെറുതെ പാഴാക്കാറില്ല. പിന്നെ മുന്നോട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ അവിടുന്ന് പോപ്കോണും വാങ്ങിച്ച് നേരെ തിരിച്ചു കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഹംദാൻ്റെ ഉമ്മമ്മ, അതായത് നെസി ഉമ്മ കേട്ടോ. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നമ്മളൊക്കെ പോയ നല്ല അടിപൊളി വൈബാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോപ്കോൺ കഴിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ സൂപ്പർവാനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്തോ ഒരു രീതിയിലാണ് ഞാൻ ഇവർ പറയുന്നതൊന്നും അങ്ങനെ മൈൻഡിലേക്ക് കയറുന്നില്ല. എല്ലാവരോടും വർത്തമാനം പറയുന്നത് ചിരിക്കുന്ന അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ ആ പോപ്കോണും കഴിച്ച് നമ്മൾ തിരിച്ച് വണ്ടി ഉള്ളിടത്തേക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ ഗൈസ്, അങ്ങനെ നമ്മളത് ആ വണ്ടി ഇറങ്ങിയെടുത്ത് തന്നെ വന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ സിറ്റിയിൽ വന്നൊരു വ്ളോഗ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.